എന്താ സുധാകര ഈ പറയണത്? തേങ്ങയ്ക്ക് വിലയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശ്വസിക്കുക? എണ്ണയ്ക്കൊക്കെ ഇപ്പം എന്താ വില? ആ പറഞ്ഞ വിലയ്ക്കൊന്നും നടക്കില്ല. അതെ, എനിക്കിപ്പോൾ ശരീരത്തിന് ഒരു കേടുമില്ല. ഉള്ള തേങ്ങയൊക്കെ പറക്കി കൊടുത്തിട്ട് ഉണക്കി പൊളിച്ചിട്ടേ ആട്ടിയ കിട്ടും എനിക്ക് 5000 റുപ്യ. സാറേ കൈ നോക്കണു സാറേ. അല്ല, അത് പിന്നെ നിന്റെ കുടുംബം കഷ്ടപ്പെടേണ്ട, രക്ഷപ്പെട്ടോട്ടെ എന്തെങ്കിലും കിട്ടിയെന്ന് കരുതിയിട്ട് പറഞ്ഞാൽ ഞാൻ പോട്ടെ, ഒരു 3000 റുപ്യ തരുമെങ്കിൽ മൊത്തം നമുക്കവിടെ തരാം. ആലോചിച്ചിട്ട് മതി. ഇല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ, നശിച്ചു പോയാലും ശരി, അത് അവിടെ കിടന്നോട്ടെ. സാറേ ശരി, ഞാൻ ഫോൺ ചെയ്യണ കണ്ടില്ലേ? അതിലിടയ്ക്കാണ് ഈ സാറേന്ന്. അല്ല, உங்களுக்கு കൈ പാക്കണമോ? കൈ നോക്ക്. അതൊന്നും വേണ്ട, പൊക്കോ. കൈ നോക്കല്ലേ? അയ്യോ, എനിക്ക് മിണ്ടാട്ടിരുന്ന അവിടെ കയ്യൊന്നും നോക്കണ്ട, അതിലൊന്നും കാര്യമില്ല. அம்மா ரொம்ப ஐஸ்வர்யமான முகம் அம்மா. உங்கள மனசு நல்லதா இருக்கு, காருண்யமுள்ள മനസ്സമ്മ. உங்களை பார்த்தாலே தெரியும் അമ്മ. ഞാനൊന്ന് നോക്കിക്കോട്ടെ അമ്മാവ പ്ലീസ്. കാരുണ്യുള്ള മുഖം, ആരോട് അസൂയം കുനിട്ടില്ല. പറഞ്ഞ പെണ്ണുങ്ങൾ പറഞ്ഞങ്ങോട്ട് വീഴാനുള്ള എല്ലാ കാര്യം പറയവര്. അനക്ക് അസൂയം കുനിട്ടില്ലാത്ത എടി, നീ ഇങ്ങോട്ട് താമസിക്കാൻ വന്ന സമയത്ത് ആ മറ്റേ എന്റെ ഭാര്യ ആ കുപ്പി മറ്റേ ഭരണി പൊട്ടിച്ചു എന്നും പറഞ്ഞിട്ട് എന്തൊക്കെ തെറി പറഞ്ഞു നടന്നു? അത് പൊട്ടിച്ചിട്ടല്ലേ പറഞ്ഞത്? അസൂയില്ല കൊട്ടും. ആ മാധവക്കുട്ടറെ കുട്ടിക്ക് എല്ലാ A+ കിട്ടിയപ്പോ തക്കളിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ എന്താണെന്നടി കുനിട്ടണക്ക്? അത് തക്കളിക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒന്നും നോക്കണ്ട, വേണ്ട, പൊക്കോളൂ. വേണ്ട, ഞാനൊന്ന് നോക്കട്ടെ. എടി, അതിലൊന്നും കാര്യമില്ലാന്ന്. ഞാൻ ഇതുപോലെ ഒരു കാക്കാത്തിന്റെ വരി കയ്യോക്കിയതാ. എന്നിട്ട് എന്താ പറഞ്ഞ്? 2 കെട്ടുന്നു. 2 പോട്ടെ, 1 കെട്ടിയാ ഞാൻ ഇപ്പോഴേ അറിഞ്ഞുകൊണ്ട് കിടക്കല്ലേ? അതാണ് ഇവരോട് ദേഷ്യം. പിന്നല്ലാതെ. എത്ര ചാർജ്? എത്രയാ അമ്മ? ചാർജ് ഉള്ളത് കൊടുമ്മ. അതെ, അതൊക്കെ ഇപ്പൊ പറയും. പിന്നെ നോക്കി കഴിഞ്ഞാൽ 50 എടുക്കും 100 എടുക്കും പറയും. ഇവിടെ വേണ്ട, പൊക്കോ. 50 രൂപ കൊടുത്താ പോരെ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? അമ്മാവനൊന്നകത്തോട്ട് പോയി. 4 മക്കളമ്മ. അസലായിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ട് വഴിപാട് നടത്താത്ത സ്ഥലല്ലേ അവിടെ? ഉങ്ങൾക്കല്ല, എനിക്ക് 4 മക്കൾ ഇരിക്കുന്നു. അവർക്കാ 4 മക്കള്. ഞാൻ നോക്കട്ടെ. അതൊന്നും വേണ്ടെന്ന്, അതൊന്നും ശരിയാവില്ല. ഇവിടെ ഇരിക്കട്ടെ. ശരി അമ്മ. എന്താ കടവുളേ കാപ്പാത്തമ്മ. അത് നീ എന്തിനാ എന്നോട് വിളിച്ചു ചോദിക്കണ്? തങ്കത്തിനോട് പറയും. എന്നാ അവിടെ റേഞ്ച് ഉണ്ടാവില്ല, അതാവും. അല്ലടാ, നീ രാവിലെ മറ്റേ കനകനായിട്ട് തല്ലുകൂടി പോകുമ്പോ എന്റെ മുഖത്തുണ്ടല്ലോ കണ്ണാടാ. അതാ പാർട്ടി ഓഫീസിലെ അവിടെ എവിടെയും ഉണ്ടോ നോക്ക്. ഇല്ലെങ്കിലേ നീ 24 മണിക്കൂർ രാഷ്ട്രീയം പറഞ്ഞ് നടക്കല്ലേ? എന്റെ നേതാവിനോട് വാങ്ങി തരാൻ പറ. ഞാൻ ചോദിക്കാം. രാവിലെ കാശ് കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കാത്ത തല്ലുണ്ടാക്കിയിട്ട് പോയപ്പോഴേ ഞാൻ കണക്കാക്കിയിട്ട് അവന്റെ എന്തെങ്കിലും പോകുന്നു. അവന്റെ കണ്ണട കാണാനില്ല, മറന്നെവിടെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഞാൻ എന്നോട് അപ്പോഴേ പറഞ്ഞത് കറിയിൽ എത്ര എരിവിടരുത്, വയറ് കത്തി കളിയിട്ട് വയ്ക്കാം. അമ്മാവൻ വെറുതെ വാരി വലിച്ച് തിന്നിട്ടല്ലേ? തിന്നിട്ട് ഞാൻ ബാത്റൂം പോയിട്ട് വരാം. പിന്നെ കൈ നോക്കല് കഴിഞ്ഞാൽ നീ അങ്ങടെ ആദ്യം ഓടി പോണ്ട. ആശ്രി ഇവിടുന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തിട്ട് പോയാൽ മതി. കണ്ണ് കണ്ടൊക്കെ കട്ടോണ്ട് പോകും. പറ്റാ അമ്മാവനകത്തോട്ട് പോയിക്കേ. யாரம்மா அது? എന്റെ അമ്മാവൻ. ഇത് யார்கிட்ட சண்டை போட்டுட்டாங்களே? അതെ, താഴത്തെ ആ വീടില്ലേ, ആ വീട്ടിൽ താമസിക്കുന്നത് എന്റെ നാത്തൂനാ. അപ്പൊ നാത്തൂന്റെ ഭർത്താവുമായിട്ടാ സംസാരിച്ചത്. അങ്ങേ ആള് ഇருக்கு. എന്തൊക്കെ വിളി കാണിക്കണം? നീ വന്നത് ഇത് ശരി ചെയ്തു തന്നെ. എനിക്ക് അമ്മ ഇതൊന്ന് പഠിപ്പിച്ചു തരും. നമ്മളെ സ്കൂളിൽ മത്സരം വെക്കുക ഇതിന്. പിന്നെ കല്ല് കളിക്കല്ലേ മത്സരം വെക്കണം. 5 മുട്ടായി ജയിക്കുന്ന ആൾക്ക് എല്ലാത്തിനും ഇങ്ങനെ ടീം വെക്കും. അവനെ ജയിക്കുന്ന ആൾ അവരെ തെരഞ്ഞു പോകും. அம்மா, ഞാൻ അങ്ങേക്ക് பார்த்தாச்சு. உங்களை பார்க்கவே இல்லை. இங்க இருக்குதா? ആരാ? அம்மா பாத்தியா? ഞാൻ കാക്കാത്തി. കൈ നോക്കി കഥകളെല്ലാം சொல்றேன். അയ്യോ വേണ്ട വേണ്ട, പോയിക്കോ. പൊക്കോ. ഇല്ല താല്പര്യമില്ല ചേച്ചി, നമുക്ക് വിശ്വാസം ഇല്ല ഇതിനകത്ത്. അമ്മ പ്ലീസ് അമ്മ ഒരു அம்மா, உங்க அண்ணாவை உங்க பர்த்தாவுமாயிட்டு சண்டை போட்டுருக்கியா இல்லையா? അയ്യോ കറക്റ്റ്. உங்க முகம் பார்த்தப்பഴേ എനിക്കത് മനസ്സിലായി. സത്യം. പാക്കട്ടെ. എത്ര രൂപ ചിന്ന വില അമ്മ 50 രൂപ. അപ്പൊ ഈ 2 കൈ നോക്കിയാണെങ്കിൽ ഡിസ്കൗണ്ട് ആണോ? അതെന്നമ്മ എനിക്ക് പുരിയിലെ ഡിസ്കൗണ്ട് എന്നുവെച്ചാ പൈസ ഏത് 2 കൈയാ? നമ്മളുണ്ട് 2 കൈ. അതെ ഇല്ല ചേച്ചി, 50 ഇല്ല 100 ഇല്ല. ചേച്ചി പോവാൻ നോക്ക്, നമുക്ക് താല്പര്യമില്ല. പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നൂല് മേടിച്ച് തയ്ക്കും. ഇല്ല നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും പെണ്ണേ. அம்மா ஒரு நிமிஷம் நீ கேக்கு. இந்த குழந்தையோட கை நான் பார்க்கலாம். சொல்லி புரிஞ்சால் உனக்கு சத்தியமா சொல்லியால் நீ கொடு பை காசு. இல்ல எனக்கு காசு வேண்டாம். എന്തെങ്കിലും ചെയ്. ഞാൻ പൈസ തരില്ല കേട്ടോ. அம்மா ஓ அம்மா, இந்த குழந்தை இந்த வீட்டுக்கு கடவுள் மாதிரி.
என்ன சொல்லியால் லக்ஷ்மி தானம்மா இந்த வீட்டுக்கு. ലക്ഷ്മി ലക്ഷ്മി. இவக்கு 18 வயசு കഴിയുമ്പോൾ இவ இங்க எங்கும் நிக்காது, அந்த விமானத்தில் பறந்துடும். நிஜமாமா, அவ விமானத்தில் பறந்துடும். ഇവിടെ ഇരിക്കെ. ரொம்ப நன்றி அம்மா. கடவுளே, വിമാനത്തിന്റെ കാര്യം എന്താ? இல்லம்மா, கடவுளே காப்பாத்து காப்பாத்து. വിമാനത്തില് இவங்க வந்து இவளுக்கு ராஜயோகம் இருக்குமா. நிஜமாயும் അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. யாரு പറയോம்மா, இதெல்லாம் நிஜമായ காரியம் தானே. விமானத்தில் പറ, இவக்கு விமானத்தில் ஜோலி கிடைக்குமா. உங்களும் விமானத்தில் போகும். ഞാനോ? இவளு இந்த ஊருக்கே ராசாத்தி தானம்மா, ராசாத்தி. எல்லாம் குழந்தை. ഈ കല്യാണത്തിന്റെ കാര്യം നോക്കുവോ കൊച്ചിന്റെ? இல்லம்மா, உங்களை இன்னே ஒரு வீடு கட்டுமல்லம்மா. சொந்தமா உங்களுக்கு ஒரு வீடு கிடைக்கும். അല്ല ഇത് സ്വന്തം പോലെ എന്റെ സ്വന്തം വീടാ. இது சின்ன வீடல்ல அம்மா, இது மாடி இருக்குல்ல, 2 நிலை மாடி. நீங்க பணி இவ்வளவு பணிவேன். അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതിനകത്ത് സത്യമാണോ? நிஜமாமா. அம்மா என்கிட்ட என்ன சொல்லி, கல்யாணம். இந்த ரேகா இந்த வழிக்கு முட்டும்போல் உங்களுக்கு கல்யாணம் நடந்துடும். எந்த கல்யாணம்னு தெரியுமா? அந்த 7 கடல் தாடி இவக்கு புருஷன் வந்துடும். ரொம்ப அழகான புருஷன். பாத்தியா அம்மா, இவ்வளவு நானும் பாத்தியா? நிஜமாமா, நிஜமா. இனி இந்த வீட்டுக்குள்ள 6 மாசத்துல ஒரு அற்புதம் நடந்துரு. இந்த குழந்தை காரணம். இந்த சிரிப்பு எதுக்கம்மா? உங்க மனசு மட்டும் துக்கம்தான் இல்லையா? ദുഃഖമൊന്നുമില്ല, ഇതിങ്ങനെ ഇരിക്കുള്ളൂ. வேண்ட வேண்டாம், என்கிட்ட பொய் சொல்லண்டா, எனக்கு எல்லாமே தெரியும். நீங்க வந்து சின்ன நாளிலே கல்யாணம் முடிச்சாச்சு இல்லையா? അമ്മ നോക്കിയാലോ? നോക്കുമ്പോ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ സത്യല്ലേ പറഞ്ഞത്? நீட்டம்மா, കറക്റ്റാ சொல்றேன். உங்க கையில உங்க மனசுக்குள்ள நிறைய டென்ஷன் இருக்கம்மா. எப்பவும் துக்கம் தான். എപ്പോഴും ദുഃഖമാ. உங்க அண்ணாவோட பொண்டாட்டி எப்படி இருக்கும்? അയ്യോ നല്ല പെണ്ണാ. എനിക്ക് അനിയത്തിമാരില്ല, അവളുള്ളതാ എനിക്ക് ആശ്വാസം. போயா, உங்களுக்கு சந்தான பாக்கியம் கிடைக்கும், ലോട്ടറി கிடைக்கும், ഇன்று മുതൽ ഭാഗ്യം വരും എന്നൊക്കെ പറഞ്ഞുള്ള കാശ് മുഴുവനും തട്ടിപ്പറിച്ചു കൊണ്ടുണ്ടാവും അല്ലേ? എത്ര കൊടുത്തു? എന്തേ അന്റെ എന്തായാലും എടുത്തോണ്ട് പോയാ? ഒന്നുമില്ല. പിന്നെന്താ മോഹൻ കടുതൽ കുത്തിയ പോലെ ഇരിക്കണ്? ഒന്നുമില്ല അമ്മ. എന്താടി എന്താ? അമ്മ ഒന്ന് പൊയ്ക്കോ. ഒന്നുമില്ല. എന്തിനാ കുട്ടി കരയണേ? നല്ലല്ലോ എനിക്കറിയാം, ഞാൻ വലിഞ്ഞേറി വന്നോളല്ലേ. അങ്ങനെ ആരാ പറഞ്ഞു? എന്നെ കല്യാണം കഴിച്ചു കൊടുന്നല്ലേ? അമ്മോനൊന്നും പറയണ്ട, എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലല്ലോ. ആരാ പറഞ്ഞ്? ഇല്ലാത്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇപ്പൊ കുടുംബത്തെ സമാധാനം കളയാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞത് അങ്ങനെ ബലിഞ്ഞു കയറി വരണേ കാശ് കൊടുത്ത് ഓരോന്ന് കേൾക്കരുത്. എന്നിട്ട് എങ്ങടെ പോയേ? എങ്ങടെ? അങ്ങോട്ട് എങ്ങോട്ട് പോയി. ഇതൊരു കഷ്ടം. ഇപ്പൊ എന്തൊക്കെയാ ശ്രീ പറഞ്ഞാണോ? ആ അവിടെ വാതിലും തുറന്നിട്ടിട്ട് ഇവിടെ വന്നിരിക്ക. അത് ശരി, ഈ സ്ത്രീനും പോയില്ലേ? ഇതെന്തിനാ ഇവിടെ വന്നിട്ട് ഇനി ഇവരെയും കരയിക്കാനാ? അവിടെ എന്തൊക്കെ പറഞ്ഞു? ആ പെണ്ണ അവിടെ കരഞ്ഞോണ്ടിരിക്കണ്ടല്ലോ. ഒന്നുമേ சொல்லிடு. நிஜதான் சொல்லி. എന്ത് നീചമായി ചൊല്ലി? എണീറ്റ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് കൈ നോക്കണമെന്ന് ഇഷ്ടമല്ലാന്ന്. അപ്പൂപ്പ ഒന്ന് നോക്കിയേ. എന്തിനാ? എന്നെ കുറിച്ച് പറഞ്ഞൊക്കെ സത്യ. അതങ്ങനെ തന്നെ അടി. കാശ് കിട്ടാൻ വേണ്ടി എല്ലാവരും സൂചിപ്പിച്ചേ പറയൂ ഈ വർഗം. അപ്പൂപ്പ ഇതെന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇറങ്ങിക്കേ. സാറിന്റെ മുഖത്തൊരു ദുഃഖം ഇരിക്കില്ല. ദുഃഖോ? എന്റെ മുഖത്തോ?
ഉങ്ങളെ നനച്ച് ഒരു പെണ്ണ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എന്നെ ഉങ്ക വായിന്നൊരു മൊഴി കേൾക്കതേക്ക് അവ കൊതിച്ചിട്ടുണ്ട്. കൈ കാണിച്ചത് ആരാന്നറിയാം. നീ ഒന്ന് പോടി, അങ്ങനെയൊന്നും ആരുമില്ല, വെറുതെ എന്തായാലും പറഞ്ഞു വെച്ചിട്ട്. അപ്പൂപ്പ പ്ലീസ്. ഇല്ല സാർ, ഉങ്ക കൈ പാക്കട്ടെ, ഞാൻ சொல்றேன். മോള് പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. உங்க மனசோடு இந்த கடவுள் படத்துக்கு ஒரு 50 ரூபாய் இருக்கு. 50? ഇവിടെ വെക്കണ്ടേ? கை கடவுளே, கை நீட்டு. இதல்ல, அந்த கை. ഈ കയ്യ വേണ്ട? ഞാൻ ചൊല്ലിയതെല്ലാം இந்த கைக்குള്ളിൽ இருக்கு. நீங்க கல்யாணம் കഴിഞ്ഞിട്ടില്ലല്ലോ സർ? ഇല്ലല്ലോ, ഇല്ലല്ല. ഇല്ല. இந்த അല്ല അത് എനിക്കിപ്പോ അതൊന്നും അറിയണ്ട. എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച സ്ത്രീ ഏതാണെന്നില്ലേ, അതാരാന്നും എവിടത്തേന്നൊന്ന് പറഞ്ഞാൽ മതി. അത് വേറെ ആരുമല്ല സാർ, ഉങ്ക അമ്മതാൻ. അതെന്നെ കയ്യിലെ കാശ് മേടിച്ചിട്ട് മനുഷ്യനെ പറ്റിക്ക് ഇറങ്ങിയേക്ക. നിജമായ കാര്യം തന്നെ ഞാൻ ചൊല്ലിയത്. നിജമായ കാര്യം. ഞാൻ എന്റെ അമ്മേനെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല. വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്. പോവാനാ പറഞ്ഞത്. അപ്പൂപ്പ ഞാനേ കണ്ടുള്ളൂ. ആരോടും പറയണ്ട. നാത്തൂനെ എന്താ? ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? ഇങ്ങോട്ട് വാ. എന്താന്ന് പറഞ്ഞു, എനിക്ക് ചെവിയാക്കാൻ. ഇങ്ങോട്ട് വന്നാലേ പറയത്തുള്ളൂ. പറ. അതെ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തുനിന്ന് ഒരു സാരി മേടിച്ചില്ലേ ഉടുക്കാനായിട്ട്, അതെനിക്ക് വേണം. ഏത് സാരി? ഒരു നീല സാരി. അത് ഉടുക്കാൻ മേടിച്ചതല്ലല്ലോ, എടുത്തോളാനല്ലേ പറഞ്ഞത്? എടുത്തോളാനല്ല, ഉടുത്തിട്ട് തരാനാ പറഞ്ഞത്. അതെനിക്ക് വേണം, എനിക്കൊരു സ്ഥലം വരെ പോകണം. അല്ലെങ്കിൽ ഞാനത് ദാനമായിട്ടൊന്നും അല്ലല്ലോ തന്നത്. അങ്ങനെയൊക്കെ തരണമെന്നുണ്ടെങ്കിലേ കുറച്ച് സ്നേഹം വേണം. ഇത് ഒരാളങ്ങ് തിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അയാളുടെ കുറ്റവും കുറവും ഒക്കെ ആയി. അങ്ങനെയുള്ളവർക്ക് എൻ്റെ സാരി ഒന്നും തരേണ്ട കാര്യമൊന്നുമില്ല. ഇനി സാരി തരലൊക്കെ നിർത്തി. ഇതെന്തിനാ ഇങ്ങോട്ട് എറിഞ്ഞത്? ഞാൻ നാത്തൂനെ എറിഞ്ഞല്ലല്ലോ തന്നത്, കയ്യിലോട്ടല്ലേ തന്നത്. ഇപ്പൊ എന്നോടുള്ള ദേഷ്യമല്ലേ കാണിച്ചത്? അതെ, നീ ഇവിടെ നിന്ന് എന്ത് വർത്താനം പറഞ്ഞത്? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയാമെന്ന് ഞാൻ സമ്മതിക്കൂല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എവിടെയൊന്നും പറയും. ആണോ? നിന്നെ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞത്? അതിപ്പോ എന്തായാലും ഞാൻ അറിഞ്ഞു. തിരിയുമ്പോ കുറ്റം പറയുന്നത്. മോളെ, നീ ചെയ്തത്രൊന്നും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ല. നീ പടി കയറി വന്നിട്ട് നിന്നെ ഇന്ന് വരെ ഞാൻ വന്ന ഒരാളായിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ സ്വന്തം അനിയത്തിയായിട്ട് നിന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ. ഞാൻ ഇവിടെ വന്ന കാലം തൊട്ട് ചേച്ചിനെ അന്യമായിട്ട് കണ്ടിട്ടില്ല. അന്യായിട്ട് കാണിച്ചിട്ടാണ് നീ തോന്നിയ എന്നോട് കാണിച്ചത്. ഇപ്പൊക്കെ പറയാനായിട്ട് കാര്യമുണ്ടായി, അതുകൊണ്ട് ഞാനെല്ലാം അറിഞ്ഞു. നീ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനും അറിഞ്ഞു. എനിക്ക് കുറെ തണ്ണുണ്ട്. കാരണം ഒരെണ്ണുള്ളൂ എനിക്കൊരു കൂടപ്പറപ്പായിട്ട്. ആ കൂടപ്പറപ്പിനെ പെണ്ണിന്ന് അകറ്റിക്കൊണ്ടിരിക്കുവല്ലേ? ആര്? നീയാ ചെയ്യുന്നതല്ല, ഞാനല്ല. എന്നോട് ഇപ്പൊ കനകേട്ടിന് ഒരു സ്നേഹവും. അതിന്റെ കാരണമൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ വല്ല പറഞ്ഞാ കൂടി പോവാൻ ആരാടി കാരണം? ചേച്ചി അവനവന്റെ കയ്യിലിരിപ്പ് നന്നായിരിക്കണം. അതല്ലാതെ അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും നശിപ്പിക്കാൻ നോക്കണല്ലോ. ഇതിനൊക്കെ ഒടേ തമ്പുരാൻ മോളിലിരുന്ന് കാണണ്ടെന്ന് മോള് കരുതിക്കോ. നാത്തൂനും ഒന്ന് കരുതിക്കോ. ഇതെല്ലാം മേളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട്. എനിക്കൊന്നും പേടിക്കണ്ട. എന്റെ അച്ഛനും അമ്മ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്റെ അച്ഛനും അമ്മ എന്നെ അത് പഠിപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്? എന്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും? അല്ലാതെ എനിക്കറിയില്ല. മറ്റുള്ളവർ പറയുന്നുണ്ടല്ലോ നീ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്ന്. എന്താ ചേച്ചി ഒന്ന് പറ, ഞാൻ എന്ത് പ്രവൃത്തിയാ ചെയ്തത്? അറിയില്ലേ? മോക്കറിയില്ലേ? എന്താ പറ. അപ്പൊ പിന്നെ കനകൻ എന്നോട് ആ വർത്താനം പറഞ്ഞു പോകാൻ എന്താ കാരണം? അത് കനകേട്ടനോട് പോയി ചോദിക്കണം. അല്ലെ തന്നെ കനകേട്ടന് മടുത്തിട്ടുണ്ടാവും. കനകേട്ടന് ഫുൾ ഇങ്ങോട്ട് ഊറ്റിക്കൊണ്ടിരിക്കുവല്ലേ. അയ്യോ, ഞങ്ങൾക്ക് നിങ്ങളുടെ 1 രൂപ വേണ്ട മോളെ. ഞാൻ എന്റെ ആങ്ങളെ എന്നുള്ള സ്നേഹം കൊണ്ട് എന്നെ നോക്കാൻ എന്റെ ഭർത്താവ് ഉണ്ട്. അല്ലാതെ ഞാൻ ഒരിക്കലും വരൂല. ഭർത്താവിന്റെ വിശേഷം ഒന്നും പറയാം. എന്താ എന്റെ ഭർത്താവിന് കുഴപ്പം? നിന്റെ വീട്ടിൽ നിന്ന് എന്തിനും കൊണ്ടുവരണ്ടോ? ഞാൻ എന്റെ അമ്മ ആങ്ങളെ അത് അവരെ എന്റെ സ്വന്തമാണെന്ന് കരുതിയോണ്ട് മേടിച്ചത്. ഇനി അതും വേണ്ട എനിക്ക്. നീ അങ്ങനെ ഒരുപാട് ദണ്ണപ്പെടണ്ട അവിടെ കിടന്ന്. എന്താടി? എന്നിട്ട് ഇപ്പൊ എന്റെ കുറ്റം കുറവ് അന്വേഷിക്കാൻ വന്നേക്കണം. എനിക്ക് ആധാരമുള്ളൂ, അതിനകറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ഇപ്പൊ എന്നെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണ് പറ്റിയത്. നീ ചെയ്തത് നീ പറയാത്ത എന്താ? നോണ പറയരുത്.
അവനെ കള്ളി വിളിച്ച് താവെന്ന് പറയുമ്പോ നുണ പറയണ്ടേ? എന്തോന്ന കാര്യം രണ്ടിലൊരു വായ തുറന്ന് പറ. അമ്മ ഇവിടെ എന്നെ കനകന്റെ ഇടയിൽ കിടന്ന് എന്തൊക്കെ ചെയ്യണ്ടാവോ? എന്താടി വെറുതെ ആണ് ഈ ചേച്ചിയാണ് ഓരോന്നുണ്ട്. ഞാനാണോട് ചെയ്തത്? ഞാനാണോ ചെയ്തത്? നീ ചെയ്തത് എന്താ? നീ കള്ളി വിളിച്ചിട്ടാവെന്ന് പറയുമ്പോ ഓരോ നുണ ആരെന്താ ചെയ്തതൊന്നും പറയേ. അല്ല എന്തോന്നാണ് ഈ കഥവും തുറന്ന് മനസ്സിലിട്ട് ഇവിടെ വന്ന് എന്തോന്നാണ് ഈ വർത്തമാനം? റോഡിൽ വന്നപ്പോ കേൾക്കാല്ലോ കൊച്ച. ഇവളുണ്ടല്ലോ, ഇവള് നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്തോന്ന് എന്തോ ഇവിടെ എന്നെ കനകനെ തെറ്റിക്കാൻ വേണ്ടിട്ട് കനകൻ എന്തോ കൈവശം കൊടുത്തു. വെറുതെ അമ്മ. വെറുതെ അല്ല, വെറുതെ ആയിട്ടാണ് അവരൊന്ന് പറഞ്ഞത്. കൈവശം തന്നു ആര്? ഞാനാണോ തെറ്റിക്കുന്നത്? ചേച്ചിയല്ലേ എന്നെയും കണ്ണുകെട്ടിനും കൂടെ തെറ്റിക്കാനായിട്ട്. എനിക്കതിന്റെ ആവശ്യമില്ലടി. നീയും കനകന് കിടന്ന് തമ്മിത്തല്ല വിടുമ്പോ അതിന്റെ ഇടയ്ക്ക് വരുന്നത് ആരാ? ഞാനല്ലേ? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെല്ലും അമ്മ. ഇതിപ്പോ എന്താണെന്ന് നിങ്ങൾ പറയുന്നത്? ആര് പറഞ്ഞു ഇത് എന്താണ്? അമ്മേ, ഇവിടെ ഒരു കാക്കാത്തി വന്നിട്ടുണ്ടായിരുന്നു. ആ കാക്കാത്തി എന്റെ കൈ നോക്കിയിട്ട് പറയാണ്, നിന്റെ അനിയത്തി എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല കൊച്ചാണ്, എനിക്ക് എന്റെ സ്വന്തം അനിയത്തിന് പോലെയാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയാണ് നിങ്ങളുടെ മുമ്പിലാണ് നിന്നെ നിന്റെ സഹോദരനെയും തമ്മിൽ തെറ്റിക്കാൻ ഇവിടെ അവന് കൈവശം കൊടുത്തിട്ടുണ്ട്. അയ്യോ അങ്ങനെയല്ല അമ്മേ, ആ കാക്കാത്തി വന്ന് എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. കള്ളക്കണ്ണീര് വയ്ക്കല്ലേ ജമന്തിനി? പോയിക്കോ ചേച്ചി. അവരെന്നോട് പറഞ്ഞത് എന്നെയും കനകേട്ടനെയും കൂടെ തെറ്റിക്കാൻ ചേച്ചി കൈവശം കൊടുത്തിട്ടുണ്ടെന്ന്. എനിക്കതിന്റെ ഇത് പച്ച കള്ളം അമ്മ പറയണത്. ഇവിടെ പറയണത് നുണയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. എടി ഈ കാക്കാത്തിമാര് വന്ന് ഇതിന് അപ്പുറവും പറയും. ഇത് കേട്ടുകൊണ്ട് ചാടുന്ന നിന്നെയൊക്കെ എന്തോന്നാണ് പറയേണ്ടത്? അവര് പറയണതൊക്കെ സത്യമാണ്. ഞാൻ പറയണത് ആരും വിശ്വസിക്കത്തില്ലല്ലോ. ഞാൻ ഇങ്ങനെ വലിഞ്ഞേറി വന്നവളല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനുഭവത്തിലല്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ കച്ചറ കൂടരുതെന്ന്. വല്ലവരും വല്ലതും പറഞ്ഞു കേട്ടിട്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ ആങ്ങൾ എന്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. നോക്കി ഭർത്താവ് പോയാൽ ഞാനും വെറുതെ ഇരിക്കത്തില്ല. നീ കൈവശം കൊടുത്തിട്ടില്ല നടക്കറിഞ്ഞൂടെ, അവള് കൊടുത്തില്ല നടക്കറിഞ്ഞൂടെ, പിന്നെന്താ? എന്റെ കാര്യത്തിൽ സത്യമാണ്. പലതും പറയും. വാസില് വന്നേക്കണം ഉണ്ടായിരിക്കാൻ, നാട്ടുകാർ കൂടി അറിയണ്ട. വാസില് ഇടുവാ. വാസില് നീ ഇന്ന് പണിക്ക് പോയില്ലടാ? പണിക്ക് പോയാൽ അവിടെ വന്നിരിക്കുമെന്ന്. അല്ല കനകൻ ഇവിടെ ഇല്ല, നീ വന്നിരിക്കുന്നോണ്ട് ചോദിച്ചതാ. കനകൻ പെടില്ലെന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് തന്നെ വരില്ല. കനകെ അല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കണം എന്താന്ന് ചോദിച്ചാ? ഞാനിപ്പോ ഇവിടെ ഇരിക്കണ നിങ്ങൾക്ക് പ്രശ്നമാണോ? ഒരു പ്രശ്നമില്ല, ഈ അവിടെ ഇരുന്നോ. പിന്നെന്താ നിങ്ങളെ പ്രശ്നമോ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്ന ആകെ വിഷമിച്ചിരിക്കുന്നല്ലോ, എന്തോ കാര്യമുണ്ടല്ലോ. ഇതെന്താ മൗത്ത്? അയ്യോ അമ്മാവ ഒന്നും പറയണ്ട. രാവിലെ വീട്ടിലൊരു കാക്കാത്തി വന്ന് പോയതാ. കൈ നോക്കുന്ന കാക്കാത്തി വന്നാ പറഞ്ഞത്. എന്നിട്ട് എന്താ ആ കാക്കാത്തി എന്ന് ഷാഹിദനോട് പറഞ്ഞു കൊടുത്ത് ഉമ്മച്ചി എനിക്ക് ഓളെ മൊയ്യെല്ലാം വേണ്ടിട്ട് കൈവശം നിന്ന്. ഷാഹിദ് ഏത് സഹിക്കും? എന്നാ അതും പറഞ്ഞിട്ട് ആ കാക്കാത്തി അങ്ങോട്ട് പോയാ പോരെ. കാക്കാത്തി നേരെ ചെന്ന് ഉമ്മച്ചിന്റെ അടുത്ത് എന്ന് പറഞ്ഞു കൊടുത്ത് ഉമ്മച്ചി ഞാൻ നോക്കാതിരിക്കാൻ വേണ്ടി ഷാഹിദ് എനിക്ക് കൈവശം നിന്ന്. എന്റെ ദൈവമേ, ഇത് കേട്ടാ പിന്നെ ഉമ്മച്ചി നോക്കിക്കുവോ? ഉമ്മച്ചി കയ്യിലിരുന്ന കറിച്ചെടുത്ത് ഒറ്റ ഏറാ. ഷാഹിദേ ഏറുകൊണ്ട് എന്റെ ഇവിടെ അറിയല്ലേ, ഇതിൽ കൂടുതൽ എന്തോന്നിന് വേണം? ഇങ്ങനെ ഓരോന്ന് കേൾക്കാനിരിക്കുകയാണ്, ഓരോന്നിന് ചാടിത്തുള്ളി ഇറങ്ങാനായിട്ട്. ചത്താ മതി നിങ്ങൾക്ക് അറിയാം. പറയലടാ, നമുക്ക് ചെന്നിട്ട് സമാധാനം പറഞ്ഞു മനസ്സിലാക്കാം. സമാധാനം നാട്ടുകാർ മൊത്തം വീട്ടിൽ കൂടിക്കുക. എന്ത് ചെയ്യാനാ, മാനം മൊത്തം പോയി. എടാ നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാം, അവരെ കേട്ട് സംസാരിക്കാം. നമുക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഭാഗ്യം ചെയ്തരാ. സമാധാനായ രണ്ടുപേർക്കും തൃപ്തിയായ കൊയ്യിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന നായ വാങ്ങിച്ചെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയത് കേട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരും ഇനി മുഖത്തോട് മുഖം നോക്കിയാൽ തമ്മിൽ മിണ്ടുക ചെയ്യുന്ന ഞാൻ കാണരുത്. രണ്ടുപേരും രണ്ട് മൂലയിൽ പോയിരുന്നോളണം. അതെങ്ങനെയാ? എന്റെ നാത്തൂനല്ലേ അവള്, എനിക്ക് മിണ്ടണ്ടേ? എനിക്കും എന്റെ നാത്തൂനോട് മിണ്ടണം. അമ്മേ, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് തീർക്കാൻ വേണ്ടി ചാടി കയറി വരാൻ ഞാൻ അമ്മനെ വിളിച്ചില്ലല്ലോ. ഈ പ്രശ്നം തീർക്കാൻ എന്നെ രണ്ടുപേരും ഒന്നിനും വിളിക്കരുത്. നിങ്ങൾ ഞാനല്ലേ എന്റെ 50 റുപ്യ പോയല്ലോന്ന്. 50 റുപ്യ പോയി. വേണം ഇങ്ങോട്ട്. നാത്തൂനെ എന്നോട് മിണ്ടാതിരിക്കല്ലേ പ്ലീസ്. നാത്തൂൻ ഈ സാരി എടുത്തു. ഇത് ഈ സാരി നാത്തൂനാ ചേരുന്നത്. നാത്തൂൻ എടുത്തു. എടുക്കാനാണോ ഉടുക്കാനാണോ? എടുത്തോന്ന്.
വിഷമായി വിഷമിക്കണം നീ ആ. Alien versus Alien.